ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ജീവദാതാവായ യേശു. ഉദ്ധിതനായ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ചെയ്ത കാര്യങ്ങളൊക്കെയും 4 സുവിശേഷങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. യേശുവിനെ വിവിധ വീക്ഷണങ്ങളിൽ കൂടി നാം നോക്കിക്കാണുകയാണ്. പുതിയ പുതിയ മാനങ്ങൾ നമുക്ക് ആ വ്യക്തിത്വത്തിൽ കാണുവാൻ സാധിക്കും. ഇന്ന് നാം കാണുന്നത് ജീവദാതാവായിട്ട് ആണ്. ലാസറിൻ്റെ ഭവനത്തിൽ ചെന്ന് ലാസറിനെയും യായിറോസിൻ്റെ മകളെയും നയനിലെ വിധവയുടെ മകനെയും രക്ഷിച്ചതായി നാം ഇവിടെ കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മാർത്തയോട് കർത്താവ് പറഞ്ഞ വചനങ്ങളാണ് ഇത്. ജീവദാതാവിൻ്റെ ശബ്ദമാണിത്. യേശു സ്നേഹിച്ചതായ ആ കുടുംബം ബേഥാന്യ ഒലിവുമലയുടെ കിഴക്കേ ചെരുവിലുള്ള ഒരു ഗ്രാമമാണ്. ഇന്ന് അത് അറിയപ്പെടുന്നത് അൽ ലാസറിയോൻ അഥവാ ലാസറിൻ്റെ സ്ഥലം എന്ന് ആണ്. 3 അംഗങ്ങൾ ചേരുന്ന ഒരു കുടുംബം ആണ് ഇത്. മാർത്തയും മറിയയും തൻ്റെ സഹോദരനും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിച്ച ഒരു കുടുംബം. ഇവരുടെ പ്രത്യേകത എന്നത് വളരെ സൗഹൃദ മനസ്ഥിതിയുള്ളവരായിരുന്നു ഇവർ. ആയതിനാൽ ആ പരിസരത്തുള്ളവർ എല്ലാം അറിയുന്നവരായിരുന്നു. അവർ വിശ്വാസത്തിൽ ഉറച്ച് നിന്നവരായിരുന്നു ആ കുടുംബം. ദൈവത്തെ അടുത്ത് അറിഞ്ഞിരുന്നു അവർ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 11-ാം അധ്യായം 5-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്ന്. 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നുവെങ്കിലും ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നുവെന്ന് അവരോട് പറഞ്ഞു. ഉത്തമ സൗഹൃദം പോലെ വിലപ്പെട്ടതായി ജീവിതത്തിൽ മറ്റ് അനേക കാര്യങ്ങളൊന്നുമില്ല എന്ന് നമ്മൾക്കറിയാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അപൂർവമായി കാണുന്നതും അത് തന്നെയാണ്. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ അനുഭവം. ബേഥാന്യയിലെ ഈ കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തിൽ മുൻപന്തിയിലായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു യെരുശലേമിൽ എത്തുമ്പോൾ ഈ ഭവനത്തിലായിരുന്നു വിശ്രമിച്ചിരുന്നത്. മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 11-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതായിരിക്കുന്നു എന്നുള്ള ആ ശബ്ദം എരിഹോവിലെ സഖായിയോട് മാത്രമല്ല, ബേഥാന്യയിലെ ലാസറിനോട് മാത്രമല്ല, നാം ഓരോരുത്തരോടും അറിയിക്കുന്നതായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സന്തോഷപൂർവ്വം നമുക്ക് നമ്മുടെ ദൈവത്തെ സ്വീകരിക്കാം. ബേഥാന്യയിലെ ആ കുടുംബം എങ്ങനെ കർത്താവിൻ്റെ മനസ്സിനെ കർത്താവിനെ അതിജീവിക്കുവാൻ സാധിച്ചു, അതിന് പ്രകാരം നമ്മളും പ്രവർത്തിക്കുന്നുവെങ്കിൽ നമുക്കും ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അങ്ങനെ അത് ലഭിക്കണമെങ്കിൽ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി നാം അവനെ സ്നേഹിക്കുകയും അവൻ കാണിച്ചു തന്നതായ വഴികളിലൂടെ യാത്ര ചെയ്യുന്നുവെങ്കിൽ ജീവദാതാവായ ആ യേശു നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവൻ നമ്മുടെ വീട്ടിലും വന്ന് നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ മുട്ടും. അപ്പോൾ നമ്മൾ അവനെ സ്വീകരിക്കുന്നതിനായിട്ട് വിശുദ്ധിയോടും വെടിപ്പോടും കൂടെ ജീവിതം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനായി നമ്മുടെ പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്നതായ ആ വഴിയിലൂടെ നാം യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സന്മനസ്സുള്ളവരായിരിക്കണമെന്ന് മാത്രം, സൽപ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കണമെന്ന് മാത്രം. അവൻ കാണിച്ചു തന്നതായ ആ പാതയിലൂടെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ സഹനത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്കെപ്പോഴൊക്കെയും വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ, അവൻ്റെ തൃപ്പാദത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല എന്നുള്ളത് ആ ലാസറിൻ്റെ കുടുംബം
നമ്മൾ നോക്കുമ്പോഴും സക്കായിയുടെ ജീവിത രീതിയിൽ നിന്നും സക്കായിയെ തിരിച്ച് മാനസാന്തരപ്പെടുത്തുവാത്തതും ഒക്കെയും നമുക്ക് മനസ്സിലാകും. ആ കല്ലെറിയുവാനായിട്ട് യഹൂദാജനം യേശുവിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയ ആ പാപിനിയായ സ്ത്രീയോട് അവൻ പറഞ്ഞത്, നിന്നെ ആരും ഉപദ്രവിച്ചില്ലയോ? അങ്ങനെ ഇല്ല എങ്കിൽ ഞാനും ഇത് മാത്രം പറയുന്നു, ഇനി പാപം ചെയ്യരുത് എന്ന്. ഇതൊക്കെയും നമ്മൾ കൂട്ടി വായിച്ചു നോക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് തിരുത്തി ജീവിക്കേണ്ട സമയമായി എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.